നമ്മുടെ PV അൻവറിൻ്റെ ഗതി ഇപ്പോൾ എന്താണ്? PV അൻവർ ഒരു പ്രസ്താവനയൊക്കെ നടത്തിയിരിക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ BJP ഞെട്ടിയിരിക്കുകയാണ്. PV അൻവറിന് BJPയിലോട്ട് വരാൻ വല്ല ഉദ്ദേശവും ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം BJPക്കാർ ചോദിക്കുന്നുണ്ട്. കാരണം പാലക്കാട് കൃഷ്ണകുമാർ എന്ന് പറയുന്ന BJPയുടെ സ്ഥാനാർത്ഥിയുടെ ചിട്ടയായിട്ടുള്ള പ്രവർത്തനവും അവിടെയുള്ള മറ്റ് കലാപരിപാടികളെല്ലാം കാണുമ്പോൾ പാലക്കാട് NDA അല്ലെങ്കിൽ BJP ജയിക്കും എന്നാണ് നമ്മുടെ PV അൻവർ പറയുന്നത്. PV അൻവർ നേരത്തെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ശ്രീജിത്തിന് അറിയാമല്ലോ. അതായത് പാലക്കാട് വോട്ട് കച്ചവടമാണ്, പാലക്കാട് CPM-ൻ്റെ വോട്ട് മറിച്ച് BJPക്ക് കൊടുത്ത് അങ്ങനെ ജയിപ്പിക്കും. CPM-ൽ നിന്നാണല്ലോ, അതായത് CPM സ്വതന്ത്രനായിട്ട് നിന്നിട്ടാണല്ലോ PV അൻവർ അവസാനം പിണറായി വിജയനെ തെറി പറഞ്ഞ് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ അതൊക്കെ വിട്ടു. പക്ഷേ ഇപ്പോൾ പറയുന്നത് ചിട്ടയായിട്ട് പ്രവർത്തിക്കുകയാണെന്നാണ് കൃഷ്ണകുമാർ, അതുകൊണ്ട് ജയിക്കുമെന്നാണ് പറയുന്നത്. എന്ത് തോന്നുന്നു? അല്ല, PV അൻവർ മാത്രമല്ല ഇത് പറയുന്നത്. അവിടെ പാലക്കാട് സന്ദർശിക്കുന്ന ഈ മാധ്യമ പ്രവർത്തകരായാലും രാഷ്ട്രീയ നിരീക്ഷകരായാലും ഇതിനെക്കുറിച്ച് ഇതിന് സമാനമായ രീതിയിലാണ് സംസാരിക്കുന്നത്. അതെ, അതിന് കാരണം ഇവർ താരതമ്യം ചെയ്യുന്നത് പാലക്കാടും ഹരിയാനയും തമ്മിലാണ്. ഹരിയാനയിൽ ഇത്തരം അങ്ങനെ കാടിളക്കിയുള്ള വലിയ പ്രചരണമൊന്നുമില്ല. എല്ലാ സൈലന്റായ RSS നേതൃത്വമായിരിക്കും ഇതിന്റെ പ്രചരണം ഏറ്റെടുക്കുന്നത്. അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് പാലക്കാടും നിലവിലുണ്ടായിരിക്കുന്നത്. നാം എന്തെല്ലാം പറഞ്ഞാലും PV അൻവറിനെ അംഗീകരിക്കേണ്ടതുണ്ട്. കേരളത്തിൽ ഇത്ര കൃത്യമായ രാഷ്ട്രീയം കളിക്കാൻ അറിയാവുന്ന മറ്റൊരു നേതാവില്ല. അദ്ദേഹം നിലമ്പൂർ പോലൊരു കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രത്തിൽ അദ്ദേഹം അട്ടിമറി വിജയം നേടിയ ഒരാളാണ്. അതുകൊണ്ട് തന്നെ നിലമ്പൂരിൽ ഉള്ള അൻവറിന് പാലക്കാടിനെ നല്ല വ്യക്തമായ രീതിയിൽ മനസ്സിലാക്കാനുള്ള കഴിവും ഉണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അദ്ദേഹം പറഞ്ഞത്. എന്തായാലും ഇന്നലെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. ആ വാർത്താ സമ്മേളനത്തിലാണ്, മഞ്ചേരിയിലായിരുന്നു വാർത്താ സമ്മേളനം. ആ വാർത്താ സമ്മേളനത്തിലാണ് PV അൻവർ ഇത്തരത്തിൽ പറഞ്ഞത്. കൃഷ്ണകുമാറിന് വ്യക്തിപ്രഭാവമുണ്ട്. അദ്ദേഹം തുടർച്ചയായി തന്നെ അവിടെ കൗൺസിലറാണ്. ഇപ്പോൾ തന്നെ 3-4 തവണയെ അവിടെ നിന്ന് വിജയിക്കുന്നുണ്ട്. അതിൽ ഒരു വിജയത്തെക്കുറിച്ച് എല്ലാ മാധ്യമങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൽ അദ്ദേഹം 2015 ജയിച്ച ഒരു മണ്ഡലത്തിൽ 50%-ലധികം മുസ്ലിം വോട്ടുള്ള ഒരു വാർഡായിരുന്നു. ആ വാർഡിൽ പോലും അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിഞ്ഞു. അത് അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവവും സ്വാധീനവും കൊണ്ടാണെന്ന് മാധ്യമങ്ങൾ പറഞ്ഞു. അതാണ് ഞാൻ മുൻപ് സൂചിപ്പിച്ചത്. PV അൻവർ മാത്രമല്ല, മുൻപ് മാധ്യമങ്ങൾ പറഞ്ഞത് PV അൻവർ ആവർത്തിക്കുകയാണ് ചെയ്തത്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അങ്ങനെ വലിയ കോലാഹലമൊന്നുമില്ല, സൈലന്റായി പ്രവർത്തിച്ചു പോവുകയാണ്. അതിനാൽ തന്നെയാണ് കൃഷ്ണകുമാർ അവിടെ ഈ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്നാണ് അൻവർ പറയുന്നത്. പാലക്കാട് കോൺഗ്രസിൽ വിഭാഗീയത ഉണ്ടെന്ന് പറയുന്നു. ഈ സന്ദീപ് വാര്യർ പോയാലും അവിടെ കോൺഗ്രസിന് സ്വാധീനമുള്ള പിരായി പഞ്ചായത്തെല്ലാം ഉണ്ടല്ലോ, അവിടെയെല്ലാം വലിയ രീതിയിൽ BJPയിലേക്ക് അണികൾ മാറുന്നൊരു അവസ്ഥയുണ്ട്. മുനിസിപ്പാലിറ്റി പൊതുവെ വർഷങ്ങൾക്ക് മുമ്പ് കോൺഗ്രസിന്റെ കയ്യിലിരുന്നതാണ്. ഇപ്പൊ പൂർണ്ണമായി തന്നെ BJP കൈയടക്കുന്ന സ്ഥിതി BJPയിലേക്ക് തന്നെ മാറിയിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് അറിയാം, ഒരു പഞ്ചായത്തിൽ LDFന് സ്വാധീനമുള്ള ഒരു പഞ്ചായത്തിൽ വലിയ രീതിയിൽ വോട്ട് മറിഞ്ഞത് കൊണ്ടാണ് മെട്രോമാൻ പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. ആ മണ്ഡലത്തിൽ ആ പഞ്ചായത്തിൽ കൃത്യമായി തന്നെ CPM വോട്ട് നേടിയിരുന്നെങ്കിൽ കേരളത്തിൽ ആ മെട്രോമാൻ ഇപ്പോൾ MLA ആയിട്ടിരിക്കുമായിരുന്നു. എന്തായാലും ഇത്തവണ എന്തായാലും അത്തരത്തിലൊരു ഡീൽ നടക്കാൻ സാധ്യതയില്ല. അതോടൊപ്പം തന്നെ അദ്ദേഹം മറ്റൊരു രസകരമായ ഒരു കാര്യം കൂടെ പറയുന്നു. PV അൻവർ പറയുന്ന മറ്റൊരു കാര്യം, P സരിനും ഭാര്യയുമെല്ലാം ഇത്തവണ BJPക്ക് വോട്ടിടാൻ സാധ്യതയുണ്ടോ? എന്താ, ചിലപ്പോൾ ഇനി കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ വേണ്ടി സരിനെ ഞാനേ വിജയിക്കില്ല, അപ്പോഴേക്കും എന്റെ ശത്രു പരാജയപ്പെടണമെന്ന ആഗ്രഹം കൊണ്ടായിരിക്കും. അതും എന്തായാലും ചിലപ്പോൾ അത് സാധ്യതയുണ്ട്. ഇപ്പൊ രാഹുൽ മാങ്കുട്ടത്തിൽ അറിയാം, CPM അണികളിൽ ഏറ്റവും കൂടുതൽ വിരോധമുള്ള ഒരു കോൺഗ്രസ് നേതാവ് തുടർച്ചയായി തന്നെ പിണറായി വിജയനെ ആക്രമിക്കുന്ന രീതിയിലുള്ള സമരങ്ങൾ സംഘടിപ്പിക്കുന്നു. വലിയ പ്രസ്താവനകൾ, അദ്ദേഹത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള, അദ്ദേഹത്തെ മാത്രമല്ല പുള്ളിക്കാരൻ എല്ലാവരെയും അപമാനിക്കുന്ന രീതിയിൽ വളരെ നിഷേധാത്മകമായിട്ടാണ് സംസാരിക്കുന്നത്. അതെ, അദ്ദേഹം കരുണാകരന്റെ ഭാര്യയെ തന്നെ അപമാനിക്കുന്നു. അദ്ദേഹത്തിന് എനിക്കൊന്ന് പാർട്ടി അങ്ങനെയൊന്നുമില്ല, ആരെങ്കിലും കിട്ടുന്നവരെ അപമാനിച്ച് വിടുക എന്നതാണ്. ഇപ്പോ ഒന്ന് സൈലന്റ് ആയിട്ടുണ്ടല്ലേ, വോട്ട് നേടാനാണോ എന്ന് അറിയില്ല. അങ്ങനെ BJP വിജയിക്കുമെന്ന് പറയുന്നു. അദ്ദേഹം ഇങ്ങനെ പല കാരണങ്ങൾ നിരത്തുന്നുണ്ട്. അത് തന്നെയാണ് അവിടെ പ്രാദേശികമായി തന്നെ കിട്ടുന്ന വിവരം. പാലക്കാട് പൊതുവെ BJPക്ക് സ്വാധീനമുള്ള മണ്ഡലമാണ്. കഴിഞ്ഞ 2015 മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലും BJP അവിടെ ഭരണം പിടിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനേക്കാൾ കൂടുതൽ സീറ്റ് നേടിയാണ് 2020 വരുമ്പോൾ അവിടെ BJP അധികാരത്തിൽ വരുന്നത്. നഗരം കേന്ദ്രീകരിച്ച് BJPയുടെ കോട്ടയായിരിക്കുന്ന പല സ്ഥലങ്ങൾ വരെ ഉണ്ട്. ആ സ്ഥലങ്ങളിലെല്ലാം BJPക്ക് വോട്ട് പിടിക്കാനും കഴിഞ്ഞ് അതോടൊപ്പം തന്നെ പഞ്ചായത്തിലേക്ക്
പഞ്ചായത്ത് ഗ്രാമപ്രദേശങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ കർഷകരാണ് കൂടുതൽ. കർഷകരുടെ വോട്ട് നേടിയാൽ എന്തായാലും കൃഷ്ണകുമാർ വിജയിക്കാനുള്ള സാധ്യതയുണ്ട്. കോൺഗ്രസിലും അതോടൊപ്പം തന്നെ പല വിഭാഗീയതയുണ്ട്. ആ വോട്ടുകൾ BJP സ്വന്തമാക്കുക, അതോടൊപ്പം തന്നെ സ്പ്ലിറ്റ് ആകാനുള്ള സാധ്യതയുമുണ്ട്. എന്തെല്ലാം പറഞ്ഞാൽ ചിലർ പറയുന്നത് പി സരിൻ ഈ പാലക്കാട് സീറ്റ് മോഹിച്ച് മാസങ്ങളായും വർഷങ്ങളായി തന്നെ അവിടെ വീടെടുത്ത് താമസിക്കുന്നു, പ്രവർത്തിക്കുന്നു എന്ന രീതിയിലും ചിലരെല്ലാം പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവർക്ക് പ്രാദേശികമായ ആ ബന്ധവും സരിന് ഗുണം ചെയ്യും. പക്ഷേ സരിന് ഗുണം ചെയ്താലും കഴിഞ്ഞ തവണ ഈ അവസാന തെരഞ്ഞെടുപ്പിൽ, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് നമ്മൾ ഇത് മാത്രം നിയമസഭ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ലോക്സഭയിലെ അല്ല നമ്മുടെ ശ്രീകണ്ഠൻ പാലക്കാട് നിയമസഭ ഉണ്ടല്ലോ, ആ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ശ്രീകണ്ഠൻ 52,000 വോട്ടും BJPക്ക് 43-44, CPM വെറും 34,000 വോട്ടാണ്. അത്രയ്ക്ക് പുറകിൽ നിൽക്കുക. അപ്പൊ പാലക്കാട് വിജയരാഘവനാണ്. സരസു ആലത്തൂരായിരുന്നു അല്ലേ? സരസു ആലത്തൂർ, വിജയരാഘവൻ, അതോടൊപ്പം തന്നെ ശ്രീകണ്ഠൻ തുടർച്ചയായ 2ാമത്തെ തവണയും വിജയിച്ചിട്ടുണ്ട്. പക്ഷെ ഈ CPM അണികൾക്ക് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ തോൽപ്പിക്കാനായി എന്തായാലും BJPക്ക് വോട്ടിടുമോ എന്നറിയില്ല. എന്തായാലും അങ്ങനെ ഇട്ടാൽ വിജയിക്കുമെന്നാണ് എന്തായാലും അൻവർ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അതെ ഞാൻ മുൻപ് സൂചിപ്പിച്ചു, മുസ്ലിം കുടുംബങ്ങളിൽ ഉൾപ്പെടെ കൃഷ്ണകുമാറിന് വലിയ സ്വാധീനമുണ്ട്. ന്യൂനപക്ഷത്തിന്റെ വോട്ട് വലിയ രീതിയിൽ സ്വാധീനിക്കാൻ കഴിഞ്ഞാലും ആ വിജയിക്കാൻ കഴിയും. പക്ഷെ ഇതിലെ മറ്റൊരു കാര്യം, ന്യൂനപക്ഷങ്ങൾ ഏകദേശം 40,000-ഓളം മുസ്ലിങ്ങൾ പാലക്കാട് ഉണ്ടെന്നാണ് നമ്മുടെ പ്രധാനപ്പെട്ട കണക്കെന്ന് പറയുന്നത്. ഈ 40,000 മുസ്ലിങ്ങളുടെ വോട്ടും കൃഷ്ണകുമാറിന്റെ ഇതിൽ വന്ന് വീഴില്ല, അതിൽ 1% പോലും വീഴില്ലെന്നാണ് ചില രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ കണക്ക് കൂട്ടുന്നത്. അതിലെന്തെങ്കിലും വാസ്തവം അല്ല? അത് അങ്ങനെ നിരീക്ഷിക്കൽ അവരാണല്ലോ പറയുന്നത്. 2015 ഇലക്ഷനിൽ 50%-ലധികം മുസ്ലിങ്ങളുള്ള ഒരു വാർഡിൽ കൃഷ്ണകുമാർ വിജയിച്ച് കയറുകയാണ്. ഒരു വാർഡിൽ മാത്രമല്ലേ? അല്ല, ആ 50% മുസ്ലിങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു വാർഡിൽ എത്ര പേര് കാണും? ഒരു 1,500 വോട്ട് കിട്ടിയാലേ. മുനിസിപ്പാലിറ്റി ആകുമ്പോൾ അതിനേക്കാൾ ഇരട്ടി കാണും. നമ്മളെ പഞ്ചായത്തിലായിരിക്കും ആ റേഞ്ച് വരുന്നത്. പഞ്ചായത്തല്ല ഞാൻ പറഞ്ഞത്, കോർപ്പറേഷൻ വാർഡില്. ഇവിടെ തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ വാർഡില് 10,000-ലധികം ആൾക്കാർ വരും. ചിലപ്പോൾ എന്തായാലും ഒരു 5,000 ആ റേഞ്ച് ആയിരിക്കും. എന്തായാലും മുസ്ലിങ്ങളെ വോട്ട് കിട്ടിയിട്ടുണ്ട്. മുസ്ലിങ്ങളെ കുടുംബങ്ങളുമായി വ്യക്തിബന്ധമുണ്ട്. അദ്ദേഹം എപ്പോഴും നഗരം കേന്ദ്രീകരിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം രാവിലെ തന്നെ വ്യക്തിപരമായിട്ടുള്ള ബന്ധമാണ് അത് എന്തായാലും അത് സരിനും അതോടൊപ്പം തന്നെ മാങ്കൂട്ടത്തിനുമില്ല. രാഹുലിന് വ്യക്തിപരമായ രാഹുൽ മാങ്കൂട്ടം പത്തനംതിട്ടയിൽ നിന്ന് വന്ന ആളാണ്, അടൂരാണല്ലോ പുള്ളിക്ക് ഇപ്പൊ വ്യക്തിപരമായിട്ട് അടുപ്പം ഉണ്ടാക്കാനുള്ള സമയമായിട്ടില്ല. പുള്ളി ജസ്റ്റ് വന്ന് പ്രചരണം നടത്തുന്നേ ഉള്ളൂ. പക്ഷെ അവിടെ ഉള്ള ആളാണ് ഇപ്പോ ശ്രീജിത്ത് പറഞ്ഞ പോലെ കൃഷ്ണകുമാർ അല്ലേ? പുള്ളിക്കാരൻ ഒരുപാട് വർഷമായിട്ട് മലമ്പുഴയിലൊക്കെ VS-നെ നിർത്തി VS-ന്റെ 2ാം സ്ഥാനത്ത് എത്തി തോന്നുന്നു. മലമ്പുഴ അത് ഉറപ്പ്. അത് മലമ്പുഴയിലെല്ലാം വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു. അദ്ദേഹത്തിന്റെ മണ്ഡലമല്ലാതിരുന്നിട്ട് പോലും അന്ന് ശോഭാ സുരേന്ദ്രൻ അവസരം കൊടുത്തിരുന്നു പാലക്കാട്. അപ്പൊ ആ സമയത്ത് അദ്ദേഹം മലമ്പുഴയിൽ 2ാം സ്ഥാനം കിട്ടി. അത് അദ്ദേഹം വീണ്ടും 2021 അദ്ദേഹം വീണ്ടും മലമ്പുഴയിലാണ് മത്സരിച്ചത്. അപ്പൊ അദ്ദേഹം വോട്ട് വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം നമ്മൾ ശോഭാ സുരേന്ദ്രന്റെ ആ രീതിയാണ്. ഏത് മണ്ഡലത്തിൽ പോയാലും വോട്ട് വർദ്ധിപ്പിക്കുക, അവിടെ വിജയം, കോർപ്പറേഷനിൽ മുനിസിപ്പാലിറ്റിയിലെല്ലാം വിജയം സ്വന്തമാക്കിയാണ് ശീലം. നിയമസഭയിൽ എന്തായാലും വോട്ട് വർദ്ധിപ്പിച്ചാണ് ശീലം.